പി ഇന്ദിര കണ്ണൂരിൽ മേയർ സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് നേതൃതലത്തിലാണ് ധാരണയായത്. പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. നിലവിൽ കണ്ണൂർ ഡെപ്യൂട്ടി മേയറാണ്. പയ്യാമ്പലം ഡിവിഷനിൽ നിന്നാണ് ഇത്തവണ പി ഇന്ദിര തിരഞ്ഞെടുക്കപ്പെട്ടത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, വിവരങ്ങൾ എങ്ങനെയാണ്? അഡ്വക്കേറ്റ് പി ഇന്ദിര നിലവിലെ ഡെപ്യൂട്ടി മേയറാണ്. അവരായിരിക്കും ഇനി കണ്ണൂർ കോർപ്പറേഷൻ മേയറായി ഉണ്ടാവുക. ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ ഭരണത്തിൽ UDF വലിയ മേൽക്കൈയാണുള്ളത്. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥി പാട്ടുംപാടി വിജയിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും മേയർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിലവിലെ സിറ്റിംഗ് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള അഡ്വക്കേറ്റ് പി ഇന്ദിര ഇത്തവണ മേയറാകും. നിലവിൽ ആകെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ UDF 36 ഡിവിഷനുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകെ 56 ഡിവിഷനുകളാണുള്ളത്. അതിൽ UDF 36 ഡിവിഷനുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 15 ഡിവിഷനുകൾ മാത്രമാണ് LDF 4 NDA നേടി, ഒരിടത്ത് സ്വതന്ത്രനാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ വലിയൊരു മേൽക്കൈയാണ് ഇത്തവണ UDF കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ പി ഇന്ദിര പയ്യാമ്പലം ഡിവിഷനിൽ നിന്നാണ് ഇത്തവണ വിജയിച്ചു വന്നത്. ഈ പി ഇന്ദിര തന്നെ, അഡ്വക്കേറ്റ് പി ഇന്ദിരയെ തന്നെയാണ് നേരത്തെ തുടക്കത്തിൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചിരുന്നത്. മുണ്ടിയാട് ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ ശ്രീജ മഠത്തിലിന്റെ പേരും തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പി ഇന്ദിരയുടെ പേരിനെ തന്നെ പാർട്ടി നേതൃത്വം പരിഗണിക്കുകയായിരുന്നു. കാരണം ഭരണപരിചയം കൂടി നോക്കുക എന്നുള്ളത് കൃത്യമായി തന്നെ പാർട്ടി നേതൃത്വം വിലയിരുത്തുകയും ചെയ്തു. തുടർന്ന് DCC നേതൃത്വം പി ഇന്ദിരയെ തീരുമാനിക്കുകയായിരുന്നു. അതിന് KPCC നേതൃത്വവും അംഗീകാരം നൽകി. കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളിലും പി ഇന്ദിരയുടെ പേരിനെ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശ്രീജാമഠത്തിലും കാര്യമായ ഒരു ക്ലെയിം ഉന്നയിച്ചില്ല. കാരണം അവരും ഇന്ത്യക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി ഏകകണ്ഠമായി തന്നെ പി ഇന്ദിരയുടെ പേരിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിനാണ്. ലീഗിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലഭിക്കുമ്പോൾ ഒരുപക്ഷെ KP താഹിറിന്റെ പേരിനാണ് മുൻതൂക്കമുള്ളത്. KP താഹിർ വാരം ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. അത് ലീഗ് നേതൃത്വം അടുത്ത ദിവസം മാത്രമായിരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് വ്യക്തമാക്കുക. എന്തായാലും നിലവിലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള പി ഇന്ദിര ഇനി കണ്ണൂർ മേയറാകാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കേണ്ടത്. ശരി, വ്യക്തമാണ്. പി ഇന്ദിരയാണ് കണ്ണൂരിൽ മേയർ സ്ഥാനാർത്ഥിയാവുക. കോൺഗ്രസ് നേതൃതലത്തിലാണ് ധാരണയായിട്ടുള്ളത്. പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.